അതിൻ്റെതായ വകുപ്പുകൾ വേണം. ഓരോ വ്യക്തിയും ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും അതുമായി സൂക്ഷ്മ വിശകലനം നടത്തിയിട്ടേ പറയാൻ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവരെ വിമർശിക്കാനുള്ള പഴുതൊന്നുമില്ല. ഇതാണ് മശായിഖന്മാരുടെ പരിപാടികളെ കുറിച്ച് നാം സ്വീകരിക്കേണ്ട മര്യാദ എന്നാണ് മഹാന്മാർ പറഞ്ഞതെങ്കിൽ ഞാൻ ഇന്നും ഈ കാര്യം പറയുന്നു. ഇതിനൊരു തീരുമാനമാണ് ആദ്യം ആവേണ്ടത്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തമായ ഒരു പഠനം നടന്ന ഇവിടെ ഒരിക്കൽ കണ്ടോ? എന്നിട്ട് 8-10 മണിക്കൂർ പ്രസംഗം ഇവിടെ ഇറക്കിയല്ലോ പലരും. ഏതെങ്കിലും ഒരാളെന്ന് വരെ പൊന്മള ഉസ്താദിന്റെ പ്രസംഗമുണ്ട്, ചെറിയ പി മുഹമ്മദ് മുസ്ലിയാരുടെ പ്രസംഗമുണ്ട്, പേരോടിന്റെ നീണ്ട പ്രസംഗമുണ്ട്, സൈദിയുടെ പ്രസംഗമുണ്ട്. ഷെയ്ഖ് മുഖ്താർ ഇന്നലെ ഞാൻ കണ്ടു, അദ്ദേഹം പറഞ്ഞത് ഇന്ന രൂപത്തിലാണ്, നേരിട്ട് കണ്ടിട്ട് ആരോ പറഞ്ഞോ? ഇതുവരെ 40 ആളിൽ ആരെങ്കിലും പറഞ്ഞോ? എന്നാ വേണ്ട, അദ്ദേഹത്തിന് ഇന്ന കിതാബിൽ, അദ്ദേഹത്തിന് ഇന്ന ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു. അത് ഒരു നിലക്കും വാഹിറിൽ ശരീഅത്തിന്റെ ഖുർആൻ സുന്നത്ത് ഇജ്മാഇന്റെ സരീഹായ ഖൗലിന് എതിരാണ് എന്ന് പറയാൻ വകുപ്പുണ്ടോ? ഏതോ ഒരു ഇമാം ഏതോ ഒരു കിതാബിൽ പറഞ്ഞ ഒരു ഖൗലിന് എതിരെന്നല്ല, സരീഹായി മുജ്മഉൻ അലൈഹിയായ ശറഇൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തിന് എതിരാകുമ്പോഴേ ഒരാളെ ഇൻകാർ ചെയ്യാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹീദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എതിർക്കുന്നവർക്കുണ്ട് മാനദണ്ഡം. ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗ്, ഇനി വൻകുറ്റം വന്നു പോകരുത് സുഹൃത്തുക്കളെ. പ്രയോഗത്തിലൊക്കെ തെറ്റ് വരും, ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒക്കെ മനുഷ്യന്മാർക്ക് വരും. എനിക്ക് അറിവ് കുറവാണ്. അപ്പൊ അത്തരം ഒരു ഭാഗത്തിന് ഇനിയും ക്ലിപ്പിടാൻ വേറെ പറയാൻ കഴിഞ്ഞിട്ടാണോ? ശരി, അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയാണ്, മഫ്തൂഹ് അലൈഹിയായ ഒരു ഷെയ്ഖാണെങ്കിൽ, മഅ്സൂനായ ഒരു ഷെയ്ഖാണെങ്കിൽ അത് ഷെയ്ഖ് മുഖ്താർ ആണോ? അതാണ് പഠിക്കേണ്ടത്. അല്ലാതെ അയാളുടെ മുരീദായി നടക്കുന്ന കക്കാട് ഫൈസി പ്രസംഗത്തിൽ വിശദീകരിച്ചപ്പോ എന്തെങ്കിലും ഒരു പെശക് പറ്റിയെന്ന് സങ്കല്പിക്കുക. എന്നാൽ അത് വെച്ചിട്ടല്ല ഷെയ്ഖിനെ പറയേണ്ടത്. ഷെയ്ഖ് മഫ്തൂഹ് അലൈഹിയാണോ മഅ്സൂനാണോ? അതിന് അടയാളങ്ങൾ കിതാബ് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ല എന്നാണ് പഠിക്കേണ്ടത്. അതാണ് ഈ വിവാദത്തിൽ ചെയ്യേണ്ടത്. وَعَلَمْ وَفَّقَكَ اللَّهُ أَنَّ الْوَلِيَّ الْمَفْتُوحَ عَلَيْهِ يَعْرِفُ الْحَقَّ وَالصَّوَابَ. ഹഖ് എന്താണ്, ഹഖ് അല്ലാത്തത് എന്താണ്? മഫ്തൂഹ് അലൈഹിയായ അല്ലാഹുവിൽ നിന്ന് ഇൽമു ലഭിക്കുന്ന മഖാമിലുള്ള മഅ്സൂനായ വലിയന് കഴിയും. വലാ യതഖയ്യദു ബിമദ്ഹബിൻ മിനൽ മദാഹിബി. ഇനി എന്റെ പേരിൽ പറയരുത്. ഇമാം അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിന്റെ കലാമുകൾ ഒരുമിച്ച് കൂട്ടിയ അൽ ഹാഫിദ് അഹ്മദ് ഇബ്നുൽ മുബാറക് അൽ ഇബ്രീസ് എന്ന കിതാബിൽ പറയുകയാണ്, ആ അവസ്ഥയിലുള്ള മഅ്സൂനായ ഒരു ഷെയ്ഖ് മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബിനെയും പ്രത്യേകമായി ക്ലിപ്തപ്പെടുത്തൂല. അദ്ദേഹത്തിന്റെ ലോകം ഏതാണ്? വലൗ തഅത്തലത്തിൽ മദാഹിബു ബിഅസ്രിഹാ ലഖദറ അലാ ഇഹ്യാഇ ശരീഅ. ശരീഅത്തിനെ ഇഹ്യാ ചെയ്യാൻ മദ്ഹബിന്റെ കിതാബുകളെ മുഴുവൻ അവലംബിക്കാതെ അവർക്ക് സാധിക്കും. അത്തരം ഇൽമിന്റെ ഒരു മഖാമുള്ള ഒരാള്, അത് നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ട ഒരാള് എന്റെ ഷെയ്ഖ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ വിമർശിക്കുന്നവർ അതിനനുസരിച്ചല്ലേ മറുപടി പറയേണ്ടത്? എന്നാ ഞങ്ങൾ പോയി കാണട്ടെ, പഠിക്കട്ടെ, ഖുർആൻ സുന്നത്തിന് നഫ്സായിട്ട് എതിരിതാ കാണുന്നു എന്ന് പറയാൻ വേണ്ടേ? വകൈഫ ലാ വഹുവല്ലദീ ലാ യഗീബു അൻഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തർഫത ഐൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മുശാഹദയിൽ ഹളറത്തു ശുഹൂദിലുള്ള മഹാന്മാരാണ് അവര്. വലാ യഖ്റുജു അൻ മുശാഹദത്തിൽ ഹഖ് ജല്ല ജലാലുഹു ലഹ്ള. അല്ലാഹുമായുള്ള ബന്ധത്തിൽ, റസൂലുള്ളാഹിയുമായുള്ള സമ്പർക്കത്തിൽ അവർ ഒരു നേരം പോലും മുക്തമാകുന്നവരല്ല. വഹീന ഇദിൻ ഫഹുവൽ ആരിഫു ബിമുറാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിമുറാദിൽ ഹഖ് ജല്ല ജലാലുഹു ഫി അഹ്കാമി തക്ലീഫിയ്യത്തി വഗൈരിഹാ. ഇതിലൊക്കെ അവർ അവരുടേതായ ഇരുത്തം, അവരുടേതായ ഖദമ് അവർക്കുണ്ട്. അതൊന്നും ഇപ്പുറത്ത് വെച്ചിട്ട് പറയരുത്. എന്നിട്ട് പറയുകയാണ്, വഹീന ഇദിൻ, ഇങ്ങനെയാണ് മശായിഖന്മാരുടെ അവസ്ഥയെങ്കിൽ ഫകൈഫ യസൂഉൽ ഇൻകാറു അലാ മൻ ഹാദിഹി സിഫതുഹു. ഈ അവസ്ഥയിലുള്ള ആളുകളെ എങ്ങനെയാണ് ഇൻകാർ ചെയ്യുക? ഇത് കേൾക്കുമ്പോൾ അതൊക്കെ വലിയ വലിയ മശായിഖന്മാരെ പറ്റി, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പറ്റി, റിഫായി ഷെയ്ഖ് തങ്ങളെ പറ്റിയാണെന്ന് പറയാൻ നിൽക്കണ്ട. ഇത് 1000-ന് ശേഷം വന്ന ആളാണ് ഇമാം സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. വളരെ പിൽക്കാലത്ത് അവസാന ഘട്ടത്തിൽ വന്നയാളാണ് ഈ കിതാബ് ഉണ്ടാക്കുന്നത്. 1742 ക്രിസ്താബ്ദം, അടുത്ത കാലത്ത് അഹ്മദ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഷെയ്ഖാണി പറയുന്നത്. ഈ നിലവാരമുള്ളവരൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ആക്ഷേപിക്കരുത്.
ഒരാൾ കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ഇല്ല എന്ന് പറയാൻ എന്താ വകുപ്പ്? എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അൽ ഹാഫിദ് അഹ്മദ് ഇബ്നുൽ മുബാറക് ഇബ്രീസിൽ പറയുന്നു, മശായിഖന്മാരെ ഇൻകാർ ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയാൽ ശരീഅത്തിനെ ഇഹാസത്ത് ചെയ്യുന്ന ഒരാളിൽ നിന്നേ ഇൻകാർ വരാൻ പാടുള്ളൂ. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് കയ്യിലെത്തിയ ഒരു 10 കിതാബുകൾ മാത്രമാണോ? ശരീഅത്തിലെ ഒരു മദ്ഹബ് മാത്രമാണോ? എല്ലാ മദാഹിബുകളും എല്ലാ അഖ്വാലുകളും എല്ലാ മുജ്തഹിദുകളുമായി ബന്ധപ്പെട്ട ഇൽമും ഇഹാസത്ത് ചെയ്യാതെ ഇൻകാർ പാടില്ല. വലാ യുഹീതു ബിഹാ ഇല്ല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ കുമ്മലു മിൻ വറസതിഹി കല്ലഗ്വാസി ഫീ കുല്ലി സമാൻ. അപ്പോൾ എതിർക്കുന്നവർക്ക് ശൈഖാവാനുള്ള യോഗ്യത മുജ്തഹിദ് മുത്തലഖാവണം. മുരീദാകണമെങ്കിൽ ഇജ്തിഹാദിന്റെ മഖാമു എത്തണം. ഇവർ പ്രസംഗിച്ചിരിക്കുന്നു. അതാണ് എ പി ഉസ്താദ് ആ പ്രസംഗത്തെ അംഗീകരിച്ചത്. എന്നാൽ അതേ എ പി ഉസ്താദ് എന്ന് പറയുന്നു ഞാൻ തരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഏതാണ് മഖാമ് എന്ന് തിരിയുന്നില്ല. അപ്പോൾ ഒരു മഫ്തൂഹ് അലൈഹിയായ ഒരു വലിയനെ എതിർക്കണമെങ്കിൽ അതിന്റെ നിയമം പറഞ്ഞിട്ടുണ്ട് കിതാബുകളിൽ, അത് പരിപാലിക്കണം. അല്ലെങ്കിലോ സയ്യിദി അഹ്മദ് ഇബ്നുൽ മുബാറക് പറയുന്നു, അമ്മാ ഗൈറുഹും, മറ്റുള്ളവർ ഈ യോഗ്യത ശരീഅത്തിന്റെ ഈ പറഞ്ഞ മര്യാദ പ്രകാരം എതിർക്കാൻ കഴിവില്ലാത്ത പണ്ഡിതന്മാർ ഫത്വ ഇറക്കരുത്. ഇനി ഇറക്കുകയാണെങ്കിലോ അവർ പഠിക്കണം, അവർ കാണണം, നേരിട്ട് ബന്ധപ്പെടണം. അല്ലാത്തവർ ഫസുകൂതുഹും ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, അവർ മിണ്ടാതിരിക്കലാണ് അവർക്ക് നല്ലത്. മിണ്ടാതിരുന്നൂടെ? കക്കാട് മുഹമ്മദ് ഫൈസി ദസൂഖിയ തരീഖത്ത് നിങ്ങളൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പെരടിയിൽ ഇതിട്ട് കൊടുത്തിട്ടുണ്ടോ? ആവശ്യമുള്ളവർ അല്ലാഹു തആല ഇൻഷിറാഹ് കൊടുത്ത തൗഫീഖുള്ള ആളുകൾ വരും, അവർക്കത് പറഞ്ഞു കൊടുക്കും. ഉണ്ടാതിരുന്നാ പോരെ? വകലാമുനാ ഫിൽ ഇൻകാർ, ഇൻകാറിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇൻകാർ പാടില്ല പാടില്ല എന്ന് പറയുന്നത് ഹക്കിന്റെ അഹ്ലുകാരനാകാനുള്ള യോഗ്യത വേണം. ആ യോഗ്യത ഷെയ്ഖ് മുഖ്താറിന് ഉണ്ടോ എന്ന് അടിസ്ഥാനപരമായ പഠനമാണ് ഇവിടെ ആവശ്യം. അതിവിടെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഹക്കിന്റെ അഹ്ലുകാർ, ഫത്ഹിന്റെ അഹ്ലുകാർ അവരെ എതിർക്കുമ്പോഴാണ് ഈ മര്യാദകളൊക്കെ. പിന്നെ വലാമിന്റെയും വലാലിന്റെ അഹ്ലുകാര് അവരെ മനസ്സിലാവില്ലേ? അവരെ കാണുമ്പോഴും ബന്ധപ്പെടുമ്പോഴും അലാമമാറസഹും, അവരെ മുമാറസത്ത് നടത്തിയ വേഗം മനസ്സിലാവും. ഷെയ്ഖ് മുഖ്താറിനെ മുമാറസത്ത് നടത്തിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് വളരെ വ്യക്തമായി കണ്ടിട്ടില്ല ഇതുവരെ 10 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഐബ് തന്നെയാണ്. അതിന് സമസ്തക്ക് കാണണമെന്നില്ല എന്ന് പറയലൊന്നുമല്ല. കള്ളശൈഖിനെ കാണാൻ പോകുന്ന നയം സമസ്തക്കില്ല. അതിന് കള്ളശൈഖാണോ അല്ലേ എന്നെങ്ങനെയാണ് തീരുമാനിക്കുക? അതാദ്യം തീരുമാനാവണ്ടേ? അതിനാണ് പറഞ്ഞത് കാണണം. കള്ളശൈഖുമാരെ കാണാൻ പോകുന്ന പണിയില്ല. അത് കള്ളശൈഖന്മാരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടാലല്ലേ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ പോലും കാണാതെയാണോ കള്ളശൈഖാണെന്ന് പ്രഖ്യാപിക്കുന്നത്?